ഹൈ ഓൾ വെക്കേഷന് പോയപ്പോഴുള്ള വീഡിയോസ് ഇനിയും പെൻഡിങ് ആണ് കേട്ടോ. അതിലൊരു വീഡിയോ ആണ് ഇത്. എവിടെയാ പോയെന്ന് ഞാൻ ഓർക്കണില്ല, പക്ഷെ ഞാനും എന്റെ അനിയത്തിയും കൂടെ തെണ്ടാൻ ഇറങ്ങിയതാണ് എന്നെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് വന്നിട്ട് കണ്ടക്കടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഈ ഒരു നെല്ലൊക്കെ ഞാൻ പോരുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം അവർ കൊയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടക്ക് രണ്ട് ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കാണുമെങ്കിൽ നാട്ടിൽ തന്നെ പോണോടെ. ഇവിടെ അതൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കുറെ പച്ചപ്പും ഹരിതാപൊക്കെ ഉണ്ട്. ബട്ട് ഈ നെൽപ്പാടവും ആമ്പലും ഒക്കെ നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ ഒരു സുഖം അത് വേറൊരു സുഖം തന്നെയാണ്. പിന്നെ ഇതും ഞങ്ങളുടെ അവിടുത്തെ ഒരു റോഡ് തന്നെയാണ്. രണ്ട് സൈഡിലും വെള്ളമൊക്കെ ആയിട്ട് നല്ല ഒരു കുഞ്ഞു റോഡാണ്. രണ്ട് സൈഡിലും വെള്ളം, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയിക്കാനെ വെള്ളത്തിൽ കിടക്കുന്നതാണ്. അങ്ങനെ കിടക്കാൻ പോയതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എന്റെ കണ്ണൊന്നും ഞാൻ ക്യാമറയിലേക്ക് ഒന്ന് തിരിച്ചതാ, ബാലൻസ് മൊത്തത്തിൽ പോയായിരുന്നു കേട്ടോ. ഇപ്പൊ ഓർമ്മ വന്ന എവിടെ പോയതാന്ന്. ഞാൻ എന്റെ അനിയത്തിയും കൂടെ എന്റെ സിം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ആ നമ്പർ എന്നെ കിട്ടുമോ നോക്കാൻ പോയത്, പക്ഷെ കിട്ടിയില്ല. ജിയോയാ എന്നെ തേച്ചൊട്ടിച്ചവര്. സിമ്മിന്റെ പരിപാടി ചീറ്റ് ചെയ്ത് കാരണം ഞാൻ നേരെ എന്റെ കെട്ടിയവന്റെ വീട്ടിലേക്ക് തന്നെ പോയി. ദെൻ ഞങ്ങള് വൈകിട്ട് ചായ കുടിക്കാനായിട്ട് മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാതെ താഴത്തേക്ക് വരുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നോക്കുമ്പം അവിടെ തോണ്ടി രണ്ട് സൈഡിൽ നോക്കിയാലും കടല് കാണുന്നു, പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുന്നു. അങ്ങനെ എല്ലാ പ്രകൃതി ഭംഗികളും ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് എന്റെ കെട്ടിയവൻ അവിടെ നിന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ തകൃതിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ചെടികളുണ്ട്, അല്ല എന്തൊക്കെ മരങ്ങളുണ്ട്, അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റൂല. അതും വേറൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഈ കാണുന്നത് എന്താന്ന് എന്റെ കെട്ടിയോന് പോലും അറിയുന്നില്ല. ഈ വാട്ടർ ടാങ്ക് അല്ലേ ഈ പച്ചച്ചി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ മാലാഖയുടെ പെരുന്നാളായിരുന്നു കേട്ടോ. അപ്പൊ അതിന് നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകളൊക്കെ പ്രദക്ഷിണം കാണാനായിട്ടും പുണ്യാളനെ കാണാനായിട്ടും അല്ലെങ്കിൽ മാലാഖനെ കാണാനായിട്ടൊക്കെ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുവാണ്. മാലാഖയുടെ രൂപം വരുമ്പോഴേ മാലാഖനെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അത് നമ്മളുടെ അവിടെ തന്നെയുള്ള ഒരു കുഞ്ഞു ചാപ്പലുണ്ട്, അതിന്റെ ഫ്രണ്ടിലാണ് ഈ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. പ്രദക്ഷിണത്തിന് അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നുണ്ടത് ഇതൊരു കുഞ്ഞിടവകയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അല്ല. അതൊക്കെ ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തോണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ആളുണ്ടായിരുന്നു. ഫൈനലി മാലാഖയുടെ രൂപം നമ്മുടെ കുരിശ്വരയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ. കുരിശ്വര എന്ന് പറയുന്നത് നമ്മളുടെ ചാപ്പലിനെയാണ്. അപ്പം അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ടേബിള് അവര് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് എടുത്ത് വെച്ചു. അങ്ങനെ ആ രൂപം നമ്മളുടെ ആ ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ള ടേബിളിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇങ്ങനെ ഓരോ പോയിന്റ്സ് ഉണ്ടാകും ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തും. അച്ഛന്മാർ വന്നിട്ട് പ്രാർത്ഥിക്കും. ദെൻ എല്ലാവരും അവിടെ എല്ലാവരും ബ്ലെസ് ചെയ്തിട്ട് അവര് തിരിച്ച് ആ രൂപം എടുത്തിട്ട് പോകും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാ.